എബ്രഹാം മാത്യു. ലൈഫ് ബോയ് എവിടെയോ അവിടെയാണ് ആരോഗ്യം എന്ന് പറഞ്ഞതുമാതിരി കേരള കോൺഗ്രസ് എവിടെയോ അവിടെയാണ് ഭരണം എന്ന് ജോസ് കെ മാണി പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൽ പക്ഷേ വസ്തുതയുണ്ടോ? ജോസ് കെ മാണി പോയാലേ ഒരു മുന്നണിക്ക് ഭരണം കിട്ടുമെന്ന അവസ്ഥ കേരള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ആരോഗ്യം വെച്ചിട്ട് പറയാൻ പറ്റുമോ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു UDF ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്തതും പ്രതീക്ഷിച്ചതും ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണല്ലോ. മാത്രമല്ല, ഇപ്പം നമ്മൾ കുറച്ച് പുറകോട്ട് പോയാൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി നേരിട്ട് ഇടപെട്ടാണല്ലോ കേരളത്തിലെ ഒരു പ്രാദേശിക കക്ഷിയുമായിട്ട് എഗ്രിമെൻ്റ് വെച്ചു മന്ത്രിസഭയിൽ ചേരാനായിട്ട്. അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ ഓർമ്മകളിൽ കടന്നു വരാവുന്നതാണ്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു. ചന്ദ്രശേഖർ മന്ത്രിസഭയുടെ കാലത്ത് KM മാണിയെ ക്യാബിനറ്റ് റാങ്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടന്നല്ലോ. ആ തീരുമാനമായല്ലോ. പിന്നീട് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് അന്ന് കരുണാകരൻ അതിനെ അട്ടിമറിച്ചു എന്ന് KM മാണി തന്നെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അത് ഗതകാല പ്രൗഢിയുണ്ട്, പാരമ്പര്യമുണ്ട്, ശക്തിയുണ്ട്. പക്ഷേ ഇപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പ്രസക്തി കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് 5 MLA മാരുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ നോക്കൂ, കോട്ടയം പാർലമെന്റില്ല, പാലാ നിയമസഭാ നിയോജക മണ്ഡലമില്ല, പാലാ മുനിസിപ്പാലിറ്റിയില്ല, എന്തിന് ജോസ് കെ മാണിയുടെ സ്വന്തം വാർഡ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ്. അല്ല, ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ കേരള കോൺഗ്രസിൻ്റെ മാത്രം ഒരു പിന്നോട്ട് പോക്ക് തിരിച്ചടിയായിട്ട് ഞാൻ കാണുന്നില്ല. പൊതുവെ ഇടതു മുന്നണിക്കുണ്ടായ പരാജയത്തിൻ്റെ ഒരു ഭാഗം അവരിൽ കൂടി നിക്ഷേപിക്കപ്പെട്ടു എന്നേ ഞാൻ കാണുന്നുള്ളൂ. കേരള കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ വോട്ട് ബാങ്കുകൾക്ക് അവിടെ ഇളക്കം തട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം ജോസ് കെ മാണി വന്ന ശേഷം ആ പാർട്ടി കുറച്ചുകൂടെ പ്രൊഫഷണലായി, കുറച്ചുകൂടി കെട്ടുറപ്പുള്ളതായി എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ KM മാണിയെ പോലെ എതിരാളികളെ പോലും ആലിംഗനം ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലി അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ സുസംഘടിതമായിട്ടുള്ള പ്രാദേശിക ഘടകങ്ങൾ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ജോസ് കെ മാണി ഒരു പ്രൊഫഷണലായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് ഈ സംഘടനാ വൈഭവത്തിൽ അദ്ദേഹം കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ താൻ കാണിക്കുന്ന സംഘടനാ വൈഭവം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലായിരിക്കും. ഏതായാലും ഇന്നത്തെ കേരള കോൺഗ്രസ്സുകളിൽ മാണി ഗ്രൂപ്പ് തന്നെയാണ് വളരെ സംഘടിതമായിട്ടുള്ളതും ജനപിന്തുണയുള്ളതും എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്.